ചേരുംപൊടി ചേർക്കുക. മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. 8 സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. 9 സിറാത്തിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. 10 ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. 11 അല്ലാഹു തആല അർശിൻ്റെ തണൽ നൽകി ആദരിക്കും. ഉത്തരങ്ങൾ: അല്ലാഹു തആല പ്രത്യേകം ആദരിച്ചവർ, അറിവ് പഠിക്കുന്നവർക്ക്, അല്ലാഹു തആല ഓർത്ത് കരയുന്നവർക്ക്, നന്മകൾ മുൻതൂക്കമായവർക്ക്, കുറ്റം ചെയ്തവർക്ക്. ആൻസർ ബി, ഡി, ഇ, എ, സി എന്നാണ്. അടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. സ്വഹാബികൾ ബനീ സായിദ ഗോത്രക്കാരുടെ പന്തൽ വെച്ച് കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായി തിരഞ്ഞെടുത്തത്. 13 നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. 14 ഒരാൾ മരിച്ചാൽ അവൻ്റെ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. 15 വലാ യഊദു ഹിഫ്ളുഹുമ എന്നാണ്. 16 ആദം നബി അലൈഹിസ്സലാം അല്ലാഹു തആല ഉന്നതനാക്കിയത് എന്താണ്? അറിവ് നൽകിയാണ്. 18 ജീവിതത്തിൽ നിഖില മേഖലകളിലും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അല്ലാഹു തആല തൻ്റെ റഹ്മത്തിൻ്റെ എത്ര ശതമാനമാണ് ജീവികൾക്കെല്ലാം കൂടി നൽകിയത്? 1%. 19 ഹുദൈബിയ കരാർ ലംഘനം മാപ്പ് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആരാണ് വന്നത്? അബൂ സുഫിയാനാണ്. അടുത്ത 20 ത്വബഖുൻ എന്ന വാക്കിൻ്റെ അർത്ഥം തളിക അല്ലെങ്കിൽ പാത്രം എന്നാണ്. 21 അന്ത്യനാളിൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 50,000 വർഷം. 22 അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ എന്ന് ഇത് ചോദിച്ചത് ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 23 യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ നാട് ഏതാണ്? നീനവ. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മഹ്ശറിൽ ഹൗലുൽ കൗസർ ലഭിക്കാത്തവർ ആരെല്ലാമാണ്? കപടവിശ്വാസികൾ, അവിശ്വാസികൾ, പുത്തൻവാദികൾ. 26 ഹുദൈബിയ സന്ധിയിൽ വ്യവസ്ഥകളിൽ നിന്ന് ഒന്നെഴുതുക. അതിൽ ഒന്നെഴുതിയിട്ടുണ്ട്. 10 വർഷം ഖുറൈശികളും മുസ്ലിങ്ങളും യുദ്ധം പാടില്ല. 28 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്ന് ബോധ്യമായപ്പോൾ ഹദ്ദാസ് ചെയ്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ കൈകളിലും പാദങ്ങളിലുമൊക്കെ ചുംബിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു. റഹീമൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവൻ. അടുത്ത അവസാനത്തെ പേജാണ്. 29 മഹ്ശറിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ 2 പേരെഴുതുക. ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി. 30 അറബിയാക്കുക. ഞാൻ ഡോക്ടറാണ്. അന തബീബൻ. 2 ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക. 5 വരിയിൽ കുറയരുത്. പിന്നെ മഹ്ശറയിൽ ഭയാനകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് 1 പേജ് 92-ലും 2 പേജ് 104-ലും. അതുപോലെ തന്നെ അടുത്ത 38 വിദ്യാർത്ഥികൾ പാലിക്കേണ്ട അദബുകൾ. ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാന കാര്യങ്ങൾ 1 പേജ് 98-ലും 2 പേജ് 81, 82-ലും നമുക്ക് കാണാം.